ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ലൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയ ഷോപ്പിങ്ങും അതുപോലെ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ആദ്യം നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ഒന്ന് കാണാം. ഞങ്ങളിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത്. ഇവിടെ അടുത്ത് തന്നെ ഒരു മാക്സ് ഉണ്ട്. അപ്പോൾ ആ മാക്സിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അങ്ങോട്ട് തന്നെയാണ് പോയത്. കുട്ടികൾക്ക് രണ്ടാൾക്കും ഇവിടുന്ന് തന്നെയാണ് കൂടുതലായിട്ടും ഡ്രസ്സ് എടുക്കാറ്. കാരണം നല്ല ക്ലോത്ത് ആയിരിക്കും, അതുപോലെ തന്നെ പെട്ടെന്നൊന്നും കേടാവില്ല. അതുകൊണ്ട് രണ്ടാൾക്കും ഇവിടുന്ന് തന്നെയാണ് എടുക്കുക. ഇത് ഞാൻ ഷോപ്പിങ്ങിനായിട്ട് അവിടെ എത്തിയ പാടെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. കാരണം ഷോപ്പിങ്ങിനായിട്ടാണ്ട് നിന്നപ്പോൾ ഡ്രസ്സ് എടുക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ, വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് ആണിതൊക്കെ. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഇഫ്താറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങും ഇഫ്താറൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈദിന് സ്പെഷ്യലായിട്ട് ഒരു ഉന്നക്കായുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഉന്നക്കായുടെ ഫില്ലിങ് റെഡിയാക്കി വെക്കണം. ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 പിടിയോളം കാഷ്നട്ട് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കിസ്മിസ് ബദാമും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ 2 കപ്പ് തേങ്ങയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പഞ്ചസാരക്ക് പകരമായിട്ട് ശർക്കര ഉരുക്കി ചേർത്തിട്ടും തയ്യാറാക്കാം. അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് റെഡിയാക്കി എടുക്കാം. പഴം ഞാനിപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിക്കുന്ന മുൻപ് അതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേവിക്കുന്ന മുൻപ് ഇതുപോലെ മുറിച്ച് അതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞ് സ്റ്റീം ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വേവിച്ചതിന് ശേഷമാണ് അതിൻ്റെ കുരു കളയുന്നത്. അതിനുശേഷം എന്തെങ്കിലും വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. ഉടച്ചെടുക്കുമ്പോൾ പഴത്തിൻ്റെ പീസൊന്നും വരാതെ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് 2 കൈയിലും കുറച്ച് എണ്ണ തടവിയ ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കുമ്പോഴും നല്ല തിന്നായി പരത്താതിരിക്കുക. അതുപോലെ ഫില്ലിംഗ് ആണെങ്കിലും കുറച്ച് മാത്രം വെച്ച് കൊടുക്കുക. കൂടുതൽ വെച്ചാലും പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. എന്നിട്ട് 2 സൈഡും നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കയ്യിൽ വെച്ച് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ച് തന്നെ കയ്യിൽ എണ്ണ തടവിയിട്ടുണ്ടെങ്കിൽ നല്ല ഉന്നക്കായുടെ ഷേപ്പാക്കി നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയും.
അങ്ങനെ എല്ലാം റെഡിയാക്കിയ ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറുന്ന ആ ഒരു ടൈം എടുക്കുള്ളൂ. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, എന്നാലേ നമുക്കത് പെട്ടെന്ന് എണ്ണ ഒന്നും കുടിക്കാതെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കത് കോരി മാറ്റാം. അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം, കാരണം പഴമായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ പെരുന്നാൾ രാവിൻ്റെ ഒരു പ്രധാന പണിയാണ് നമ്മുടെ മൈലാഞ്ചി ഇടുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് മൈലാഞ്ചിയൊക്കെ ഇടുകയാണ്. അപ്പോൾ ഇത് ഞാനല്ല ഇടുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ നന്നായിട്ട് വരക്കുന്നുണ്ട്, മാഷാ അല്ലാ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ തന്നെയാണ് ഇട്ട് തന്നത്. മക്കൾക്കും അതുപോലെ എനിക്കും വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർക്കൊക്കെ അവൾ തന്നെയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞങ്ങൾ പെരുന്നാളുടെ അന്ന് ഞങ്ങളെല്ലാവരും ഒരു 10 ഫാമിലി ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഞങ്ങൾ ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്ക് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ പാക്കിങ് ഒരു 4-5 ദിവസത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതണം. പ്രത്യേകിച്ച് കുട്ടികളായിട്ട് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാം കൂടി ഇവർ ഈ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട്. 2 ആളും ഉറങ്ങാതെ എൻ്റെ കൂടെ പാക്കിങ്ങിനായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഏകദേശം പാക്കിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടുന്നുണ്ട്. എല്ലാ ഡ്രസ്സും ഇതുപോലെ ഒരു ട്രോളിയിലല്ലേ നമുക്ക് വെക്കാൻ കഴിയും. ഞാനിപ്പോൾ ഞങ്ങൾ 4 പേരെ 5 ദിവസത്തിനുള്ള ഡ്രസ്സും ഈ ഒരു ട്രോളിയിൽ വെച്ചിട്ടുണ്ട്. അയൺ ചെയ്ത് നേരെ ഇതുപോലെ റോൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചുളിവൊന്നും വരില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാനും കഴിയും. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും. ഒരുപാട് ട്രോളി എടുക്കുന്നതിന് പകരം ഒരു ട്രോളി ബാഗ് മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഒതുക്കി വെച്ചിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ട്രിപ്പൊക്കെ പോകുന്ന ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ട്രിപ്പ് പോയിട്ട് അബഹ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള നല്ല അടിപൊളി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.